നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ ശക്തിപ്പോരിലേക്കും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കും നീങ്ങുന്ന കാഴ്ചയ്ക്കാണ് സമകാലിക ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം പ്രാദേശിക അതിരുകൾ ഭേദിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു. സമാധാന കരാർ നിലവിൽ വരികയും അതിവേഗം തന്നെ അത് തള്ളിപ്പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തുടരുന്ന ഈ സംഘർഷങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം എന്നോണം ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു രാജ്യവും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ സൈനിക നടപടികൾ കേന്ദ്രീകരിക്കുന്ന പ്രദേശത്തിൽ നിന്ന് മാറി മറ്റ് തന്ത്രപ്രധാന മേഖലകളിലാണ് ഇറാൻ്റെ പരമാധികാരത്തിന് മേൽ പുതിയ പ്രഹരമേറ്റത് എന്നത് ഈ നിഗൂഢതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ രാജ്യം പൂർത്തിയാക്കുന്നതിനിടയിലാണ് തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ട് അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ബുഷർ, സിസ്താൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളും അഹ്വാസ്, ചബഹാർ തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഈ ആക്രമണങ്ങളിൽ ലക്ഷ്യമാക്കപ്പെട്ടിട്ടുണ്ട്. 90ഓളം ലക്ഷ്യങ്ങളിൽ തങ്ങൾ ആക്രമണം പൂർത്തിയാക്കിയതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാകാത്തത് ഈ നിഗൂഢ വ്യോമാക്രമണങ്ങൾക്ക് പിന്നിൽ മറ്റേതോ പ്രാദേശിക ശക്തികളുടെയോ സഖ്യകക്ഷികളുടെയോ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിന് ബലം നൽകുന്നു. ഇറാൻ ഈ ആക്രമണങ്ങളുടെ പേരിൽ ഔദ്യോഗികമായി ആരെയും നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിലും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ പിന്തുണ നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളാണെന്ന കടുത്ത ആരോപണവുമായി ഇറാൻ്റെ പാർലമെൻ്ററി സുരക്ഷാ സമിതി അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നിഗൂഢ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ തിരിച്ചടി രേഖപ്പെടുത്തിയത്. ഈ രാജ്യങ്ങളിലെല്ലാം മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടുകയും ചെയ്തു. കുവൈത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ മിസൈലുകളെ തടയുന്നതിനിടയിൽ ഒരു സിവിലിയന് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അതേസമയം ശാശ്വതമായ ഒരു യുദ്ധാവസാനത്തിന് വേണ്ടിയുള്ള നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പാകിസ്ഥാനോടൊപ്പം സജീവമായി മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി ഗൾഫ് നേതാക്കൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ സജീവമായി മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി ഗൾഫ് നേതാക്കൾ നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ട്. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമോസ് കടലിടുക്കിന് മേലുള്ള ആധിപത്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ നിലവിലെ ഏറ്റവും നിർണായകമായ ഘടകം. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്നും ഇതിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ടെഹ്റാന് പ്രത്യേക നികുതി നൽകണമെന്നുമാണ് ഇറാൻ്റെ പുതിയ വാദം. എന്നാൽ പതിറ്റാണ്ടുകളായി ഇതൊരു അന്താരാഷ്ട്ര ജലപാതയായി കണക്കാക്കുന്ന അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഇറാൻ്റെ ഈ ഏകപക്ഷീയമായ നിലപാടിനെ ശക്തമായി എതിർക്കുന്നു. ഇറാൻ്റെ ഈ പിടിവാശി ആഗോളതലത്തിൽ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് എങ്കിലും യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ബാരലിന് $120 വരെ ഉയർന്ന എണ്ണവില ഇപ്പോൾ നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ്റെ നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഒമാൻ്റെ ജലാതിർത്തിയിലൂടെയുള്ള തെക്കൻ സുരക്ഷിത പാത ഉപയോഗിക്കുവാൻ കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം നൽകുന്നുണ്ട്. അമേരിക്കയെ കൂടാതെ സൗദി അറേബ്യയും UAEയും മുൻപ് ഇറാന് നേരെ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യങ്ങളിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അത്. ഇസ്രയേലും ഇറാനെതിരെയുള്ള കടുത്ത സൈനിക നീക്കങ്ങളിൽ പങ്കാളിയായിരുന്നുവെങ്കിൽ കൂടി ജൂൺ മാസത്തിന് ശേഷം അവർ ഇറാനിൽ പുതിയ ആക്രമണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തങ്ങളുടെ രാജ്യം ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴുണ്ടായ അജ്ഞാത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അവരും ഏറ്റെടുത്തിട്ടില്ല. ചുരുക്കത്തിൽ ആരാണ് തങ്ങളെ ആക്രമിച്ചത് എന്ന കൃത്യമായ വിവരമില്ലാതെ ഇറാനും മേഖലയിലെ സമാധാന കരാറുകൾ തകരുന്നതിൻ്റെ ആശങ്കയോടെ ലോകരാജ്യങ്ങൾ നിൽക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം കുത്തനെ കുറയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ ശേഷിയുമുള്ളൊരു രാജ്യമായിരുന്നിട്ടും ഇറാന് ഈ ആക്രമണത്തിൻ്റെ ഉറവിടം തിരിച്ചറിയാൻ സാധിക്കാത്തതിന് പിന്നിൽ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെയും
അന്താരാഷ്ട്ര നയതന്ത്ര തന്ത്രങ്ങളുടെയും സങ്കീർണമായ പല ഘടകങ്ങളുമുണ്ട്. ഈ നിഗൂഢതയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആധുനിക യുദ്ധവിമാനങ്ങളിലും ഡ്രോണുകളിലും ഉപയോഗിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രു രാജ്യങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ലക്ഷ്യം കാണാൻ ശേഷിയുള്ള അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലഭ്യമാണ്. ഇറാൻ്റെ പക്കലുള്ള റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്കോ തദ്ദേശീയ റഡാറുകൾക്കോ ഇത്തരം സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി കണ്ടെത്താനോ അവയുടെ യാത്രാപഥം കൃത്യമായി രേഖപ്പെടുത്താനോ സാധിക്കാറില്ല. ആക്രമണം നടത്തി വിമാനങ്ങൾ വളരെ വേഗത്തിൽ മടങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും സ്ഫോടനങ്ങളുടെ ശബ്ദം പോലും രാജ്യം കേൾക്കുന്നത്. വിമാനങ്ങൾ എവിടെ നിന്ന് പറന്നുയർന്നുവെന്നോ ഏത് ദിശയിലേക്കാണ് മടങ്ങിയതെന്നോ ഉള്ള കൃത്യമായ റഡാർ വിവരങ്ങൾ ലഭിക്കാത്തിടത്തോളം കാലം ഒരു രാജ്യത്തിന് നേരെയും ഔദ്യോഗികമായി വിരൽ ചൂണ്ടാൻ ഇറാന് നിയമപരമായി സാധിക്കാറില്ല. മറ്റൊരു പ്രധാന സാങ്കേതിക ഘടകം ഇറാൻ്റെ വ്യോമാതിർത്തിക്ക് പുറത്തു നിന്നുകൊണ്ട് നടത്തുന്ന ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളാണ്. ഈ വ്യോമാക്രമണത്തിൽ പങ്കെടുത്ത വിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ ഒരുപക്ഷെ ഇറാൻ്റെ പരമാധികാര അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാകാറില്ല. അന്താരാഷ്ട്ര ജലാതിർത്തിയിലോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുടെ ആകാശത്തോ നിലയുറപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യതയോടെ തൊടുത്തുവിടാൻ കഴിയുന്ന അത്യാധുനിക ക്രൂയിസ് മിസൈലുകളോ സ്മാർട്ട് ബോംബുകളോ ആകാം ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചത്. ഇറാൻ്റെ റഡാർ പരിധിക്ക് പുറത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങളുടെ ഉറവിടം കണ്ടെത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അതീവ ദുഷ്കരമാണ്. ഇതിനോടൊപ്പം തന്നെ ആക്രമണ സമയത്ത് ഇറാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ നിശ്ചലമാക്കുന്ന തരത്തിലുള്ള ശക്തമായ ഇലക്ട്രോണിക് സൈബർ യുദ്ധമുറയും ശത്രുക്കൾ പ്രയോഗിച്ചിട്ടുണ്ടാകാം. റഡാർ സ്ക്രീനുകളിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ താൽക്കാലികമായി അന്ധമാക്കിക്കൊണ്ടോ നടത്തുന്ന ഇത്തരം സൈബർ അട്ടിമറികൾ കാരണം ആക്രമണം നടത്തിയത് ആരാണെന്ന് തിരിച്ചറിയാൻ ഇറാൻ്റെ സൈനിക നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു. ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ഗ്രേ സോൺ വാർഫെയർ അഥവാ നിഴൽ യുദ്ധമുറയുടെ ഭാഗമായുള്ള തന്ത്രപരമായ നിശബ്ദതയാണ് ഇറാൻ്റെ അന്വേഷണങ്ങളെ വഴിമുട്ടിക്കുന്ന മറ്റൊരു ഘടകം. ഒരു രാജ്യം ആക്രമണം നടത്തുകയും എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഔദ്യോഗികമായി നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയോ ചെയ്യുന്ന രീതിയാണിത്. മുൻകാലങ്ങളിലും ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളിലും ശാസ്ത്രജ്ഞർ വധിക്കപ്പെട്ടപ്പോഴും ഇസ്രായേൽ ഇതേ തന്ത്രപരമായ നിശബ്ദതയാണ് പുലർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ കൃത്യമായ തെളിവുകളില്ലാതെ തിരിച്ചടി നടത്തിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര തിരിച്ചടി ഉണ്ടാക്കും. കൂടാതെ പശ്ചിമേഷ്യൻ മേഖലയിലെ സങ്കീർണമായ പ്രാദേശിക സഖ്യങ്ങളും ഇറാൻ്റെ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് താവളമൊരുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ ആക്രമണത്തിൻ്റെ പിന്നണിയിൽ പങ്കുണ്ടോ അതോ അമേരിക്കൻ നീക്കങ്ങളുടെ മറവിൽ ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് നടത്തിയതാണോ എന്ന് വേർതിരിച്ചറിയാൻ ഇറാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തും ആസൂത്രിതമായ നയതന്ത്ര നിശബ്ദതയും ഒത്തുചേരുമ്പോൾ തങ്ങളെ ആക്രമിച്ച അദൃശ്യ ശത്രുവിനെ കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത വലിയൊരു തന്ത്രപരമായ കെണിയിലാണ് ഇറാൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.